നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പിനും മെയ് 4-ന് വോട്ടെണ്ണലിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായും കളക്ടർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. മാർച്ച് 23 വരെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം. മാർച്ച് 24-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26 ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലായി 2839 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 26 ബൂത്തുകൾ പൂർണ്ണമായും സ്ത്രീകൾ നിയന്ത്രിക്കും. ഓരോ മണ്ഡലത്തിലും 20 വീതം മാതൃകാ ബൂത്തുകൾ ഉണ്ടാകും. 4469 ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ ജില്ലയിലാകെ 25,23,810 വോട്ടർമാരാണ് ഉള്ളത്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമായിരിക്കും. ഈ കാലയളവിൽ യാത്രാ സമയത്ത് 50,000 രൂപയിലേറെ കൈവശം വെച്ചാൽ അതിനുള്ള രേഖകൾ കരുതണം. 10 ലക്ഷം രൂപയിലേറെ കൊണ്ടുപോകുമ്പോൾ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നമസ്കാരം. നമ്മൾ ഏപ്രിൽ 9-ന് നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാതലത്തിൽ ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. സുതാര്യവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ ജില്ലാതലത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ഏപ്രിൽ 9-ന് വ്യാഴം രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം. നിലവിൽ ഉള്ള വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നമുക്ക് 25,23,810 വോട്ടർമാരാണുള്ളത്. അതിൽ 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡറുമാണ് ഉൾപ്പെടുന്നത്. ശതമാനം നോക്കിയാൽ 51.5% സ്ത്രീകളും 48.49% പുരുഷന്മാരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ആകെ 2839 പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന്റെ നിയോജക മണ്ഡലം തിരിച്ചുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് തരാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതുപോലെ നിർബന്ധിത സമ്മതിദാനാവകാശം ഉറപ്പുവരുത്തുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, പൊതു നിരീക്ഷകർ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ്, ചെലവ് നിരീക്ഷകർ, അതുപോലെ പോലീസ് ഒബ്സർവേഴ്സ്, പോലീസ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെ നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് ജില്ലകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 8 ബുധൻ രാവിലെ 8 മുതൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. അതിന്റെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റും മണ്ഡലം തിരിച്ചിട്ടുള്ളത് എല്ലാവർക്കും തരുന്നതാണ്. നമ്മൾ പോളിംഗ് ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പൊ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം എൻഷുർ ചെയ്യാനുള്ള സ്ക്വാഡുകൾ അടക്കം ഏകദേശം 4,469 ഉദ്യോഗസ്ഥരെ മൊത്തമായിട്ട് നമ്മൾ പ്രൊസീഡിങ്സ് ഇറക്കി നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ഇന്നലെ അനൗൺസ്മെന്റ് വന്നത് മുതൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്, അതുപോലെ ഫ്ലൈയിങ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവേലൻസ് ടീം, വീഡിയോ സർവേലൻസ് ടീം ഒക്കെ ഓൾറെഡി ഫീൽഡിലുണ്ട്. അവർ 24/7 ഷിഫ്റ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ ആക്ഷൻസും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ഉപയോഗത്തിനും കൂടി അത് നമ്മുടെ സ്ക്വാഡുകളുടെ ഉപയോഗം, അതുപോലെ പോളിംഗ് ഓഫീഷ്യൽസിന്റെയും നിലവിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെയും ആർഒമാരുടെയും അടക്കം ഏകദേശം 1750 വാഹനങ്ങൾ ഇലക്ഷൻ ആവശ്യത്തിനായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ 430 ഗവൺമെന്റ് വാഹനങ്ങളും ബാക്കി 1320 റെന്റഡ് വാഹനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുന്നുണ്ട്. അതായത് 2839 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏപ്രിൽ 9-ന് അതായത് വോട്ടിംഗ് നടക്കുന്ന ദിവസം രാവിലെ മോക്ക് പോൾ ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിപ്പിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നത് വരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ നമുക്ക് കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലിരുന്ന് ഈ വെബ്കാസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ തത്സമയം വീക്ഷിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രത്യേകത, ഈ പ്രാവശ്യം ഓരോ നിയോജക മണ്ഡലത്തിലും 2 പോളിംഗ് ബൂത്തുകൾ പൂർണ്ണമായിട്ടും വനിതകളെ നിയന്ത്രിക്കുന്ന രീതിയിൽ വനിതാ നിയന്ത്രണത്തിലുള്ള 2 പോളിംഗ് ബൂത്തുകൾ, അങ്ങനെ മൊത്തം 26 വനിതാ നിയന്ത്രണ ബൂത്തുകൾ നമുക്കുണ്ടാകും. അതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും 20 മോഡൽ ബൂത്തുകൾ, മോഡൽ പോളിംഗ് സ്റ്റേഷനുകൾ 20 എണ്ണം വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ മാക്സിമം തിരിച്ചറിയൽ രേഖ വച്ചിട്ട് ആളുകൾ ഇലക്ട്രൽ തിരിച്ചറിയൽ രേഖ വെച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇല്ലാത്ത ആളുകൾക്ക്
താഴെ പറയുന്ന രേഖകൾ കാണിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റുക എന്നൊരു ലോങ് ലിസ്റ്റാണ്. അത് ഞാൻ വായിക്കുന്നില്ല, അത് ഞാൻ ഇത് തരാം. അതുപോലെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് വരെയാണ് പരസ്യ പ്രചാരണം പാടുള്ളൂ. അതായത് ഏപ്രിൽ 7 വൈകിട്ട് 6 വരെ പരസ്യ പ്രചാരണം അതോടുകൂടി അവസാനിപ്പിക്കും. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. ഏപ്രിൽ 7 വൈകിട്ട് 6 മുതൽ ഏപ്രിൽ 9 വൈകിട്ട് 6 വരെ ആയിരിക്കും ഡ്രൈ ഡേ ഉണ്ടാവുക. പിന്നെ വോട്ടെടുപ്പ് ദിവസത്തെ പെരുമാറ്റച്ചട്ടവും ഇപ്പോഴത്തെ പെരുമാറ്റച്ചട്ടങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് അറിയിക്കുന്നതാണ്. ഇന്ന് രാവിലെ 11 മുതൽ നമ്മൾ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ RO ARO ഓഫീസുകളിലും നമ്മൾ നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. അതായത് 13 നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും 2 സ്ഥലത്ത് നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. നോമിനേഷൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള അവധി ദിവസങ്ങളിൽ ഒഴികെ സ്വീകരിക്കും. 23-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ് ലാസ്റ്റ് നോമിനേഷൻ പത്രിക സമർപ്പിക്കാനുള്ള തീയതി. 24-ാം തീയതി അതിന്റെ സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന നടക്കുന്നതാണ്. അതിനുശേഷം 26-ാം തീയതി വിഡ്രോവൽ പിൻവലിക്കാനുള്ള സമയവും. പിന്നെ അതിനുശേഷം ഇതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. പിന്നെ നേരിട്ട് 9-ാം തീയതി ഏപ്രിൽ 9-ന് പോളിംഗിലേക്ക് കടക്കുകയാണ്. ഡേറ്റ് ഓഫ് കൗണ്ടിങ് വരുന്നത് മെയ് 4-ാം തീയതിയാണ്.